എന്റെ മക്കളെ സംബന്ധിച്ച്, എന്റെ കുടുംബത്തെ സംബന്ധിച്ച് ആയിരം അനുമോദനങ്ങൾ, പുകഴ്ത്തലുകളും പ്രശംസകളും സ്തുതികളും നിറഞ്ഞു കവിഞ്ഞാലും അല്ലാഹുവിന്റെ അറിവിലും പടച്ചതമ്പുരാന്റെ സന്നിധിയിലും അവരുടെ സ്ഥാനം എന്തായിരിക്കും? ഇതാണ് ഒരു യഥാർത്ഥ അല്ലാഹു അനുഗ്രഹിച്ച ഒരു ഉത്തമനായ സത്യവിശ്വാസിയുടെ ചിന്ത. എപ്പോഴും അതായിരിക്കും. ഈ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ ആ വിശദീകരിച്ച ആ നാലാമത്തെ പദവിയിലേക്ക് ഒരു മുസ്ലിം എത്തിച്ചേരണമെങ്കിൽ അതിനെ സഹായിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം, എന്താണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുകയാണ്. അതിന് പരിശുദ്ധ ഖുർആൻ ഉത്തരം നൽകിയിരിക്കുന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന, ജിന്നിനെ നാം സൃഷ്ടിച്ചിട്ടില്ല, വൽ ഇൻസ, മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ അനുസരിക്കാൻ, അവരെന്റെ കൽപ്പന മാത്രം അംഗീകരിച്ച് ജീവിക്കാൻ, അവരെന്റെ അടിമയായി ജീവിക്കാൻ, അവരെന്നെ മാത്രം ആരാധിക്കുവാൻ, അവരെന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുവാൻ. എന്തിനാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അല്ലാതെ സൃഷ്ടിച്ചിട്ടേ ഇല്ല. വമാ ഖലഖതു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്തിനെ വേണ്ടിയല്ലാതെ? ഇല്ലാ ലിയഅ്ബുദൂനി, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. എന്താണ് ഇവിടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു ഉദ്ദേശിച്ച ഈ ലക്ഷ്യത്തിന്റെ വിശദീകരണം എന്താണ്? അല്ലാഹുവിന്റെ ആ ഉദ്ദേശം പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു നമ്മോട് ചോദിക്കും, യാ ബനീ ആദമ അലം അഅഹദ് ഇലൈക്കും, അല്ലയോ മനുഷ്യ, യാ ബനീ ആദമ അലം അഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാർ വാങ്ങിയിരുന്നില്ലേ? യാ ബനീ ആദമ, അല്ലയോ മനുഷ്യ, അല്ലാ തഅബുദു ശൈത്വാന, പിശാചിനെ നിങ്ങൾ അനുസരിച്ചു പോകരുതെന്ന്. ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ് എന്ന കാര്യം നിങ്ങളെ ഞാൻ ഉണർത്തിയിരുന്നില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ ഗൗരവതരമായ കരാർ ഞാൻ നിങ്ങളോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളുമായി അതിൽ ഞാൻ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാവരോടും ചോദിക്കുകയാണ് പരലോകത്തെത്തുമ്പോൾ. എനിക്ക് ഇബാദത്ത് ചെയ്യുക, പിശാചിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക. പിശാചിനെ ആരും ആരാധിക്കാറില്ല. മറിച്ച് എല്ലാ ശിർക്കും കുഫറും ഫിസ്ഖും എല്ലാ ബഹുദൈവ വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും എല്ലാ വൃത്തികേടുകളും എല്ലാ ചമ്മാടിത്തങ്ങളും മനുഷ്യൻ ചെയ്യുന്നത് പിശാചിന്റെ പ്രേരണക്കനുസരിച്ചാണ്. പിശാചാണ് അവനെ വഴികളിലാക്കുന്നത്. അതുകൊണ്ട് യാ ബനീ ആദം, മനുഷ്യ, ലാ യഫ്തിനന്നകും ശൈത്വാൻ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കപ്പെടുത്തരുത് കേട്ടോ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, ഐശ്വര്യപൂർണമായ സുഖസൗകര്യത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു സ്വർഗീയ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ പൂർവ്വപിതാവിനെയും മാതാവിനെയും അവൻ പുറത്താക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓർമ്മ വേണം. അലമ്മാണ് അത് അല്ലാഹു ദുനിയാവിൽ നമ്മളോട് പറയാം. പരലോകത്തിൽ വീണ്ടും ഓർമ്മിക്കും. അലമ്മാണീലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാന ഇന്നഹു ലകും
ഒരുപാട് ജനവിഭാഗങ്ങളെ, തലമുറകളെ അവൻ പിഴപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കിയതാണ്, അവർ ചരിത്രം നിങ്ങൾ പഠിച്ചതാണ്. അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങളും എന്തേ ചിന്തിക്കാതെയായി പോയി? നിങ്ങൾ അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കിയില്ല, ബുദ്ധി ഉപയോഗിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ. എവിടെ അനുസരിക്കുക? എപ്പോൾ അനുസരിക്കുക? എങ്ങനെ അനുസരിക്കുക? എന്നെയും നിങ്ങളെയും മനുഷ്യലോകത്തെ ആരുമാണ് അല്ലാഹു സൃഷ്ടിച്ചത് അവനെ മാത്രം അനുസരിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ എപ്പോൾ, ഏത് സന്ദർഭത്തിൽ, അവിടെയാണോ മനസ്സിലാക്കേണ്ടത്? എല്ലാ സന്ദർഭത്തിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ അനുസരിക്കുക. ഇത് അപ്രായോഗികമാകാൻ രണ്ട് കാരണങ്ങളാകാം. ഒരാൾക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് തടസ്സമാകാൻ രണ്ട് കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഈ താൻ ഇടപെടുന്ന, ബന്ധപ്പെടുന്ന ആ മേഖലയിൽ അല്ലാഹുവിനെ അനുസരിക്കൽ എങ്ങനെയാണ് എന്ന് നിശ്ചയം ഉണ്ടാകാതിരിക്കുക. അങ്ങനെയുണ്ട്. ഒരാൾക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയാതിരിക്കുക. ഒരാൾക്ക് വിവാഹം ചെയ്യണം, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള വിവാഹം എങ്ങനെയാണ് എന്ന് അറിയാതിരിക്കുക. ഒരാൾക്ക് കച്ചവടം ചെയ്യണം, പക്ഷെ അല്ലാഹുവിനെ അനുസരിക്കുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ചുള്ള കച്ചവടമാണോ അല്ലേ എന്ന് അറിയാതിരിക്കുക. ഈ അറിവില്ലായ്മ അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് വലിയ തടസ്സമായി മാറും. രണ്ടാമത്തെ കാരണം, അല്ലാഹുവിനെ അനുസരിക്കുവാനുള്ള അറിവുണ്ട്, എങ്ങനെയാണ് അനുസരിക്കേണ്ടത് എന്ന് നിശ്ചയമുണ്ട്, അതിനെ സംബന്ധിച്ച് നല്ല പിടിപാടുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകാം. ഒരാളുടെ രണ്ട് കൈയും പിടിച്ച് വേറോട്ട് കെട്ടി, പിന്നിലോട്ട് കെട്ടി, അയാളോട് നിങ്ങൾ കൈ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കയ്യിൽ അയാൾ വിചാരിച്ചാലും കഴിയില്ല. സലാം അലൈക്കും എന്നൊരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ അദ്ദേഹത്തിന് അലൈക്കും സലാം എന്ന് പറഞ്ഞ് കയ്യിൽ കൊണ്ട് കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തതസാഖതു ദുനൂബുഹു കമാ തതസാഖതു വറഖു ശജർ. സുബ്ഹാനല്ലാഹ്. ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് അലൈക്കും സലാം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പ്രതിഫലം. കൈ പിടിച്ച് കുലുക്കിയാൽ ആ കുലുക്കിയ ആളുടെ, ഇവരുടെ രണ്ടുപേരുടെയും മുസാഫഹ ചെയ്യുന്ന രണ്ട് സഹോദരന്മാരുടെയും പാപങ്ങൾ തതസാഖതു ദുനൂബുഹുമാ, തതസാഖതു ദുനൂബുഹു, അങ്ങനെ കൈ പിടിച്ച് കുലുക്കുന്നവന്റെ പാപങ്ങൾ പൊടിഞ്ഞു കൊഴിഞ്ഞു പോകും. കമാ തതസാഖതു ഔറാഖു ശജർ, ഒരു വൃക്ഷത്തിന്റെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് പോലെ. അപ്പൊ ഒരാളുടെ കൈയിനെ പിന്നോട്ട് പിടിച്ച് കെട്ടിയിരിക്കുകയാണെങ്കിൽ അയാൾക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അല്ലാഹു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ അതിന്റെ പേരിൽ വിചാരണ ചെയ്യുകയോ ഇല്ല. എന്തുകൊണ്ട് നീ അവിടെ എന്നെ അനുസരിച്ചില്ല എന്ന് അല്ലാഹു ചോദിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നല്ലാഹ റഫഅ അൻ ഉമ്മത്തി അൽ ഖതാ വന്നിസ്യാന വമസ്തുക്രിഹു അലൈഹി. എന്റെ ഉമ്മത്തിൽ നിന്ന് അല്ലാഹു ഉയർത്തിയിരിക്കുന്നു, പാപം ഇല്ലാതെയാക്കിയിരിക്കുന്നു. ഏതിന്റെ പേരിൽ? അൽ ഖതാ, അബദ്ധം പറ്റിപ്പോയി, അറിഞ്ഞുകൂടായിരുന്നു, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയി. വന്നിസ്യാന, മറന്നുകൊണ്ട്, മറന്നുപോയതാണ്. വമസ്തുക്രിഹു അലൈഹി, നിർബന്ധിതനായി പോയി. ബലപ്രയോഗം നടത്തപ്പെട്ടു. ഇവിടെ ബലപ്രയോഗമാണ്, പിടിച്ചു കെട്ടിയിരിക്കുകയാണ്.
എന്നാൽ ഒന്നാമത് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഒന്നാമത് പറഞ്ഞ സംഗതി, അതായത് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അള്ളാഹുവിനെ അനുസരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിശ്ചയമില്ലാതെ ഇരിക്കുക. നമുക്ക് എത്ര ആളുകൾക്ക് ബോധമുണ്ട്? ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ ബന്ധപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ, ദുനിയാവിലെ ഈ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, ചെയ്യാതിരിക്കുന്നു, പോകുന്നു, പോകാതിരിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു. അവിടെയെല്ലാമുള്ള ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്താണ് എന്ന് എത്ര പേർക്ക് അറിയാം? അതാണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചേക്കാം, ഇങ്ങനെ അനുസരിക്കുന്നത് കൊണ്ട് എന്താ നട്ടല്ലാതെ? അതൊന്നും വായിക്കാൻ പറ്റാമെന്നാ ഇപ്പൊ പിച്ചി എടുക്കണ വഴിയൊന്നും എടുക്കണമെന്ന്. അതുകൊണ്ട് തൽക്കാലം ആ കിതാബൊന്നും നിർത്തണ്ട, ആ വായന കേൾക്കാൻ പോണ്ട, ആ പുസ്തകം വാങ്ങിക്കണ്ട എന്ന് വിചാരിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. അപ്പൊ അല്ലാഹു ഭഗവതത്തെ അതിനെപ്പറ്റി ചോദിക്കും. അങ്ങനെയുള്ള ആളുകളെ പറ്റി ഖുർആൻ നമ്മളെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം. നരകത്തിന് വേണ്ടി നാം കുറെ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ആ ആളുകളും സ്വർഗത്തിൽ പോകുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം? നരകത്തിൽ പോകുന്ന ആളുകൾക്ക് കണ്ണും കാതും നാവും ഹൃദയവും ഉണ്ട്. അല്ല, സ്വർഗത്തിൽ പോകുന്നവർക്ക് അതൊക്കെ ഉണ്ട്, നരകത്തിൽ പോകുന്നവർക്ക് അതൊന്നുമില്ല. അങ്ങനെയാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് മനസ്സുണ്ട്, ഹൃദയമുണ്ട്, പക്ഷേ അവർ ചിന്തിക്കുന്നില്ല, അവർ ഗ്രഹിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, ദൃഷ്ടികളുണ്ട്, അവർ കാണുന്നില്ല. പക്ഷേ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് ചെവികളുണ്ട്, അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. അല്ലാഹു നമ്മോട് ചോദിക്കുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അണ്ട് കണ്ണു നൽകിയില്ലേ? അയഹ്സബു അൻ ലം യറഹു അഹദ് അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്. അവനാർക്കും ചെയ്യാൻ കഴിയില്ല, വിചാരണ ചെയ്യാൻ കഴിയില്ല, പിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നതാണോ? അയഹ്സബു അൻ ലം യറഹു അഹദ്. അവനെ ആരും കണ്ടിട്ടില്ല എന്നാണോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വിഷയം നമ്മൾ പഠിക്കും, നമ്മൾ ആവശ്യമുള്ള വിഷയം നമ്മൾ ചോദിച്ച് കണ്ടെത്തും. ഒരു ദീർഘയാത്ര നമ്മൾ പോവുകയാണെങ്കിൽ ഒരാളോട് ചോദിച്ചു, എത്ര മണിക്കാ അങ്ങോട്ടേക്കുള്ള ട്രെയിൻ? അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ വേറെ ആളോട് ചോദിക്കുന്നത് നല്ലതാണ്. എന്നാ ചോദിക്കാൻ വെക്കോ? വേറൊരാളോട് അദ്ദേഹം ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പൊ ഷെഡ്യൂളൊക്കെ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തോട് അദ്ദേഹം ഞാൻ പറഞ്ഞു, ഉറപ്പ് കിട്ടുന്നത് വരെ അന്വേഷിക്കും. നേരല്ല നമ്മൾ പറയില്ല. ആ കാര്യത്തിൽ അങ്ങനെയാണ്. കാരണം ആ യാത്ര നമ്മുടേത് മുടങ്ങാൻ പാടില്ല. അത് ലക്ഷ്യസ്ഥാനത്ത് ആ യാത്ര എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അധ്വാനവും നമ്മൾ ചെയ്യും. അതിന് വേണ്ടി എത്ര പ്രാവശ്യവും നമ്മൾ ഫോൺ ചെയ്യും. പക്ഷേ സഹോദരന്മാരെ, സഹോദരിമാരെ, വേറൊരു യാത്രയുണ്ട് നമുക്ക്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ യാത്ര, ആ യാത്ര ഏതാണ്?
ഇങ്ങോട്ട് വിളിച്ചു. തിരുമേനി കൊണ്ട് അടുപ്പിച്ചു നിർത്തി. എന്നിട്ട് തോട് തട്ടിട്ട് പറയുകയാണ്, മകനെ, ഒരു ദീർഘമായ യാത്രയിൽ ഒരു വഴിയാത്രക്കാരന്റെ റോഡാണ് മകനെ നിനക്ക് ഈ ദുനിയാവിൽ. അങ്ങനെ ആയിരിക്കണം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഒരു അപരിചിതനെ പോലെ. നിങ്ങൾ ഏതോ ഒരു നാട്ടിൽ ചെന്നു ഒരാവശ്യം ഉന്നയിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഒരാവശ്യം പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നു. ആരെയും നിങ്ങൾക്ക് പരിചയമില്ല. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അവിടെ കഴിച്ച് നിങ്ങൾ തിരിച്ചു പോയി. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് നോക്കുന്നുണ്ടാവില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 50ഉം 60ഉം ഒക്കെ ആളുകൾ ബസ്സിലുണ്ടാവും. ഒരു കല്യാണം പോലെ നമ്മൾ ചെന്നമായിട്ടാണ് ബസ് യാത്ര ചെയ്യുമ്പോൾ. കാരണം കല്യാണ വീട്ടിൽ മിക്കവാറും കുറെ ആളുകൾ അറിയുന്നുണ്ടാവും, പരിചയപ്പെടും, സംസാരിക്കുന്നു. അപ്പോ അതൊരു പരിചയമുള്ള രംഗമാണ്. എന്നാൽ നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിൽ അതിനേക്കാൾ എത്ര ആളുണ്ടാവും. എല്ലാവരും അവരുടേതായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്പീഡിൽ നടക്കുന്നത് കാണാം. കാലിന് സുഖമില്ലാത്ത ആളുകൾ കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കൂല. ബസ് പോകും അല്ലെങ്കിൽ ട്രെയിൻ പോകും, കുത്തിപ്പൊളിച്ചിട്ടും മാഞ്ഞു പൊലിച്ചിട്ടും അയാൾ പോകും. വലിയ ലഗേജ് കയ്യിലുള്ള ആളുകൾ ഇത് വേറെ ആരെങ്കിലും വന്ന് താങ്ങട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യൂല. അയാൾക്ക് അസുഖമാണെങ്കിലും അയാൾ അത് താങ്ങി പിടിച്ച് പോകും. കാരണം എന്താ, ട്രെയിന് പോകും. പരിചയമില്ലാത്ത ആളായതുകൊണ്ട്, അപരിചിതനായതുകൊണ്ട് എന്നെ ആരും സഹായിക്കാനില്ല, കണ്ടറിഞ്ഞ് ചെയ്യാനില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ഓരോരുത്തർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അതുപോലെയാണ് ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടത്. എന്റെ പെട്ടി ഞാൻ തന്നെ ഏൽക്കണം. എന്റെ യാത്രയ്ക്കുള്ള സാമഗ്രികൾ ഞാൻ തന്നെ ഒരുക്കണം. യാത്രയിൽ നമ്മൾ ഒരു കുപ്പി വെള്ളം വാങ്ങാൻ മറന്നുപോയി, ദാഹിക്കുന്നു. സാധാരണ തണുത്ത വെള്ളം കുടിച്ച് ശീലിക്കാത്ത ഒരാളാണ്. അപ്പൊ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാൻ വിചാരിച്ചു നോക്കുമ്പോ എല്ലാവരും കൊണ്ടുവരുന്ന ഐസുള്ള വെള്ളമാണ്. വേറൊരാൾ നമുക്ക് സഹായിക്കാൻ വിചാരിച്ചാലും ആ സമയത്ത് അങ്ങനെയുള്ള വെള്ളം കിട്ടണമെങ്കിൽ ഞാൻ തന്നെ നേരത്തെ പെട്ടിയിൽ എടുത്തു വെച്ചിരിക്കണം. എന്റെ കയ്യിൽ വേഗം വേണം. ഇങ്ങനെയാണോ നമ്മുടെ മനസ്സുള്ളത്? ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഏത് സന്ദർഭത്തിലും നുസ്ബ അയ്യുനിന, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത് അല്ലാഹു ആയിരിക്കണം. അല്ലാഹുവിന്റെ തൃപ്തിയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ്യുസ് സ്വാലിഹീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രീതിയും തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ട് അത് ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആളുകൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട സംഗതി ഞാൻ പറഞ്ഞു, നാം എന്തിന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുക എന്നതാണ്. രണ്ടാമത്തെ സംഗതി, ഈ ദുനിയാവിന്റെ അവസ്ഥ പരലോകവുമായി കട്ടിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ദുനിയാവും പരലോകവും തമ്മിൽ താരതമ്യം ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുപ്പ ഇടുന്ന ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. അടിച്ചു വാരി വേസ്റ്റൊക്കെ കൊണ്ടുപോയി തള്ളുന്ന ചവറ്റ് കൊട്ടകൾ ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, മസ്ബല, ഹദീസിലൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെ പോകുന്നത് സഹാബിമാരൊക്കെ വിളിച്ചു, ഹലുമൂ, വരി, എല്ലാവരും വരും. ഓരോന്ന് നിമിഷം
ചിത്രീകരിച്ചു കൊടുക്കുക. മനസ്സിൽ പതിയുന്ന കോലത്തിൽ ഒരൊറ്റ പ്രാവശ്യം അത് കണ്ടാൽ, ഒരൊറ്റ പ്രാവശ്യം അത് അനുഭവിച്ചാൽ അത് എപ്പോഴും ജീവിതത്തെ നിയന്ത്രിക്കാൻ പാകത്തിൽ ഒരു ചിത്രീകരണ രൂപത്തിൽ. അത് ഈ ചവറ്റുകോട്ടയുടെ കാര്യത്തിൽ കണ്ടിട്ട് എല്ലാവരും വരൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആ ചവറ്റുകൊട്ടയുള്ള ആ കച്ചറ കൂട്ടിയിട്ട വേസ്റ്റ് കൂട്ടിയിട്ട പ്രദേശത്ത് ഒരു ദ്രവിച്ച ഒരു തുണിയുടെ കഷ്ണം തിരുമേനി ഇങ്ങോട്ട് എടുത്തു. പഴയ തുണിയാണ്, ദ്രവിച്ച് നുറുങ്ങി തുരുമ്പിച്ചിരിക്കുന്നു. ഒരു എല്ല് അതും ദ്രവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് തിരുമേനി പറഞ്ഞു, സഹോദരന്മാരെ, ഇതാണ് ദുനിയാവ്. ദുനിയാവിന്റെ കഥതാണ്. ഇതാണ് ദുനിയാവ്. മനുഷ്യരെ പഠിപ്പിച്ചു കൊടുക്കുക, സായന്മാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വേറൊരു ദിവസം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാടിനെ കാണുന്നു, ചത്തുപോയ ഒരാട്. ആ ചത്തുപോയ ആടിനെ അതിന്റെ ഉടമസ്ഥന്മാർ വലിച്ചെറിഞ്ഞിരിക്കുന്നു, മരുഭൂമിയിൽ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. കൂടെയുള്ള അനുചരന്മാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അറഅയ്തും കൈഫ ഹാനത് ഹാനിഹി അലാ അഹ്ലിഹാ. ആട് എന്ന് പറഞ്ഞാൽ ആടിനോട് പ്രത്യേക സ്നേഹം. ആടിനെ പോറ്റുന്ന ആളുകളുണ്ട്. കുട്ടികളൊക്കെ അവര് സ്വന്തം മക്കളെ പിടിക്കുന്നത് പോലെ വാലിക്കൊണ്ടിരും ആട്ടുകുട്ടികളെ. അങ്ങനെയുള്ള ബന്ധമാണ്. പക്ഷെ ആ ആടുകുട്ടി ആ ആടങ്ങോട് ചത്താൽ, ആ ആടങ്ങോട് ചത്താൽ എന്താ ചെയ്യ? ഒഴിവാക്കും. അതിനെ ഒഴിവാക്കും എന്ന് നിമിഷദാശം ചോദിക്കുകയാണ്. ഇന്നലെ വരെ തൊട്ട് തലോടിയിരുന്ന, ഇന്നലെ വരെ ഏറ്റവും നല്ല ഇലകൾ മാത്രം ഭക്ഷിക്കാൻ കൊടുത്തിരുന്ന, ഇന്നലെ വരെ നിങ്ങളുടെ കുട്ടികൾ തുള്ളിച്ചാടുമ്പോൾ ഒപ്പം തുള്ളിച്ചാടിയിരുന്ന ആ ആടുകായിൽ ചത്തുപോയിരിക്കുന്നു. ആ ചത്തുപോയ തങ്ങളുടെ വീട്ടിലെ പൊന്നോമനയായ ആളുകൾ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചു വിട്ടപ്പോൾ അതിന്റെ കോലം നിങ്ങൾ കണ്ടില്ലേ? അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ മുഴുവെടുക്കാൻ തുടങ്ങും, ചീഞ്ഞടിയാൻ തുടങ്ങും. എന്ന് തിരുമേനി പറയാ, ദുനിയാവ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ ഈ ചത്ത ആട്, ആ ആടിന്റെ ആളുകൾക്ക് എത്രമാത്രം നിസ്സാരമാണോ, അല്ലെങ്കിൽ ഒരു വിലയില്ലാത്തതാണോ, അതുപോലെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവ് എന്ന് പറയുന്നത്. ദുനിയാവിന് പ്രാമുഖ്യം നൽകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മുടെ മരണമായ ലക്ഷ്യം ദുനിയവിയായ ഐശ്വര്യമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്ലാഹു ഇസ്ലാമികമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും നോട്ടത്തിലും കേൾവിയിലുമെല്ലാം പടച്ച തമ്പുരാന്റെ തൃപ്തി നേടിയെടുക്കുക എന്നത് പരമലക്ഷ്യമാക്കി അങ്ങനെ ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ അറിയാതെയും അറിഞ്ഞും വന്നുപോയ എല്ലാ വീഴ്ചകളും കുറവുകളും അല്ലാഹു പരിഹരിച്ചതിന് നമ്മുടെ നാളെയെ ഇതിനേക്കാൾ നന്നാക്കി തീർക്കുമാറാകട്ടെ. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر اللهم
ഹാജിയാണ്.